വെന്റിലേറ്ററിലായി. പിന്നെ 28 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ അത് വെന്റിലേറ്റർ മാറ്റി. പിന്നെ ഇവിടുന്ന് മാതാവിന്റെ തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് ഞാൻ ICU കയറുമ്പോഴത്തേക്ക് പുള്ളിയുടെ നെറ്റിയിലൊക്കെ തേക്കുമായിരുന്നു. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. പക്ഷേ സംസാരിക്കത്തുമില്ല. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ ട്രക്യോസ്റ്റമി ചെയ്ത് അങ്ങനെ സംസാരശേഷി പോയി. അങ്ങനെ 28 ദിവസം കഴിഞ്ഞു. ട്രക്യോസ്റ്റമി ക്ലോസ് ആയില്ല. 33 ദിവസം അവിടെ ICU കിടത്തിയിട്ട് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നടക്കത്തുമില്ല. ബെഡഡ് പേഷ്യൻ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. സംസാരിക്കത്തുമില്ല. ട്രക്യോസ്റ്റമി ചെയ്ത ഹോള് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാത്തൂൻ്റെ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങടെ മോളാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കിംസിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഫലമായി നമ്മൾക്ക് നന്നായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല മാറ്റം വരുന്നു എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഇപ്പം എണീറ്റ് നടക്കാറായി. പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്. ഇത്രയും മാറ്റം തന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഒത്തിരി നന്ദി മാതാവിന്.